സോ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളിതൊന്ന് കേട്ടു, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതായത് സ്വന്തമായി തുടങ്ങണം. അത് ബിസിനസ്സാകാം, യൂട്യൂബ് ചാനലാവാം, സ്വന്തം സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് ജേണി ആവാം, എങ്ങനെ വേണേയാവാം. ഓക്കെ. പക്ഷെ പലപ്പോഴും പലരും തുടങ്ങുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ഭയം കൊണ്ടാണ്. ഓക്കെ. ഭയമുള്ളിടത്ത് ഒരിക്കലും നിങ്ങളുടെ ഐഡിയ വർക്കാവില്ല. ഓക്കെ. നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ മനസ്സ് പറയും നിങ്ങളുടെ ഈ ഒരു ഐഡിയ വർക്കാവില്ല, ആളുകൾ ചിരിക്കും, പണം പോയാൽ, ഞാൻ പരാജയപ്പെട്ടാൽ. അതായത് എനിക്ക് ഏറ്റവും വലിയ ഉദാഹരണം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കാണ് ഞാൻ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നുള്ളൂ, എൻ്റെ പിക്ചർ നിങ്ങൾ കാണുന്നില്ല, ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന എൻ്റെ ശബ്ദത്തിലുള്ള ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും പേടിയല്ല. നിങ്ങൾ അങ്ങനെ ഇതാകരുത്, അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. ഓക്കെ. എൻ്റെ കഴിവ് എന്ന് പറയുന്നത് വോയിസ് ഓവറിലുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് എൻ്റെ ചിത്രം കാണിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളതല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണുന്നവർ ചിരിക്കും, അല്ലെങ്കിൽ കാണുന്നവർ എന്നെ കളിയാക്കും എന്നൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും തുടങ്ങൂല. ഉറപ്പാണ്, ഡാം ഷുവർ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചിരിക്കാതിരിക്കട്ടെ, അത് അവരുടെ ബുദ്ധിയില്ലായ്മയും അവരുടെ ഒരു ബോധമില്ലായ്മയാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തുടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മളുടെ ചിന്തകൾ നമ്മൾ മാറ്റി വെക്കാം. അതായത് നമുക്ക് കാര്യം ആരംഭിക്കാതെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ തോൽക്കില്ലെന്ന്. നമ്മളുടെ വെറും ഇൻഡ്യൂഷൻ മാത്രമാണ്, ജഡ്ജിമെൻറ്റ് അതൊരിക്കലും നമ്മൾ ചെയ്യിപ്പിക്കില്ല. ഓക്കെ. തോൽവി ഉണ്ടാവും, തോൽവി ഉണ്ടെങ്കിലേ വിജയം ഉണ്ടാവുള്ളൂ, തോൽവി ഇല്ലെങ്കിൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല. ഓക്കെ. തോൽവിയിൽ നിന്ന് പഠിക്കുക, വിജയിക്കുക, അത് തന്നെയാണ്. അതായത് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ നിങ്ങളെ ഉള്ള എമൗണ്ട് എത്രയാണോ അത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം വരുന്നത് വരെ അങ്ങനെ പോവുക. പെർഫെക്റ്റായി ടൈം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും അത് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ വിജയിക്കാം. ആദ്യം നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അതിനധികം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, അധികം ആൾക്കാരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. പക്ഷേ സപ്പോർട്ടില്ലെങ്കിലും ഒരു നാൾ നമ്മൾ കൺസിസ്റ്റൻസി കൊണ്ട്, ഒരു നാൾ നമ്മളുടെ ആ ഒരു എഫേർട്ട് കൊണ്ട് നമ്മൾ വിജയിക്കുകയാണ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടും സമയം കളയാതെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ തുടങ്ങണം. അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു. അപ്പോൾ പറഞ്ഞ കാരണമൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ നോക്കി നിൽക്കുക. മറ്റുള്ളവർക്ക് അവരുടെ കാര്യമാണ്, നമ്മളുടെ കാര്യം ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ല എന്ന് മനസ്സിലാക്കാം. നമ്മുടെ കാര്യം എപ്പോഴും ബലപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് സ്റ്റേ ഫോക്കസ് ഓൺ യു. താങ്ക് യു ഫോർ വാച്ചിങ്. Signing off.